നാരായണ. ഹരി ഓം ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഗമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ കരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമദിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ ഭജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ.
പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ശ്രുതിഗീതയുടെ അവസാന ഭാഗമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ശ്രുതിഗീത അധ്യായം 87 അധ്യായം 20ാമത്തെ എപ്പിസോഡ്. ഇപ്പോൾ 36 മുതൽക്ക് തന്നെ വായിക്കാം. ദശമസ്കന്ധം 87 അധ്യായം 36 ശ്ലോകം മുതൽക്ക്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ 87തമോऽധ്യായഃ. ശ്രുതയ ഊജുഃ സത ഇദമുത്ഥിതം സതിതി ചേന്നനുതർക്കഹതം വ്യഭിചരതി ക്വച ക്വച മൃഷാ ന തഥോഭയയുക് വ്യവഹൃദയേ വികൽപൈഷിതോന്ധപരംപരയാ ഭ്രമയതി ഭാരതീത ഉരുവൃത്തിഭിരുക്തജടാൻ നയതിദമഗ്ര ആസന ഭവിഷ്യതോ നിധനാത് അനുമിതമന്തരാ ത്വയി വിഭാതി മൃഷൈകരസേ അത ഉപമീയത്തെ ദ്രവിണജാതി വികൽപപഥൈഃ വിദധമനോ വിലാസം ഹൃദമിത്യവയന്ത്യബുധാഃ സ്വയതജയാ ത്വജാമനുശയീത ഗുണാംശ്ച ജുഷन् ഭജതി സ്വരൂപതാം തദനു മൃത്യുമപേദഭഗഃ ത്വമുദജഹാസിതാം അഹിരിവത്വജമാക്തഭഗോ മഹസി മഹീയസെഷ്ടഗുണിതേ പരിമേയഭഗഃ യതി ന സമുദ്ധരന്തി യതയോ ഹൃദി കാമജടാഃ ദുരധിഗമോ സദാം ഹൃദി ഗതോ സ്മൃതകണ്ഠമണിഃ അസുധൃഭയോഗിനാം ഉഭയതോപ്യസുഖം ഭഗവൻ അനഭഗതാന്തകാത് അനഭഗതാന്തകാത് അനവിരൂഢപദാദ്ഭവതഃ ത്വദവഗമി ന വേത്തി ഭവദുത്ഥശുഭാശുഭയോ ഗുണവിഗുണാന്വയാൻ തർഹി ദേഹഭൃതം ച ഗിരഃ അനുയുഗമന്വഹം സഗുണഗീതപരമ്പരയാ ശ്രവണഭൃതോ യതസ്ത്വമപവർഗഗതിർമനുജൈഃ ദ്യുപദയ ഏവ തേ ന യയുരന്തമനന്തതയാ ത്വമഭിയദന്തരണ്ഡനിചയാനനുസാവരണാഃ കൈവരജാം ശിവാന്തി വയസാ സഹയശ്രുതയഃ ത്വയി ഹി ഫലന്ത്യതന്നിരസനേന ഭവന്നിധനാഃ. ശ്രീഭഗവാനുവാച ഇത്യേതദ് ബ്രഹ്മണഃ പുത്രാഃ ആശ്രിത്യാത്മാനുശാസനം സനന്ദനമധാനർച്ചുഃ സിദ്ധാ ജ്ഞാത്വാത്മനോ ഗതിം ഇത്യശേഷ സമാമ്നായ പുരാണോപനിഷദ്രസഃ സമുദ്രിതഃ പൂർവജാതൈഃ വ്യോമയാനൈർമഹാത്മഭിഃ ത്വം ചൈതദ് ബ്രഹ്മദായാദ ശ്രദ്ധയാത്മാനുശാസനം ധാരയൻ ചരഗാം കാമം കാമാനാം ഭർജനം നൃണാം. ശ്രീശുക ഉവാച ഏവം സർഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണശ്രുതധരോ രാജൻ ആഹ വീരവ്രതോ മുനിഃ. നാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമലകീർത്തയേ യോ ധത്തെ സർവഭൂതാനാം
അഭവായോഷധീഃ കലാഃ ഇത്യാദ്യം ഋഷിമാനമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മനഃ തതോ ഗാദാശ്രമം സാക്ഷാത് പിതൃദ്വൈപായനസ്യ മേ സഭാജിതോ ഭഗവതാ കൃതാസന പരിഗ്രഹഃ തസ്മൈ തദ്വർണയാമാസ നാരായണമുഖാത് ശ്രുതം ഇത്യേതദ്വർണിതം രാജൻ യന്നഃ പ്രശ്നകൃതസ്ത്വയാ യഥാ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേപി മനശ്ചരേത് യോസ്യോത്പ്രേക്ഷക ആദിമദ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാഃ യം സമ്പദ്യ ജഹാത്യജാം അനുശയീ സുപ്തകുലായം യദാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേതജസ്രം ഹരിം തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേതജസ്രം ഹരിം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നാരദനാരായണ സംവാദോ നാമ നാരദനാരായണ സംവാദേ വേദസ്തുതിർനാമ സപ്താശീതിതമോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ഭാഗവത ജ്ഞാനഗംഗ ശ്രുതിഗീതയുടെ അവസാന ഭാഗത്തേക്ക് സുസ്വാഗതം. നമ്മൾ ഇന്നലെ കണ്ടതിൽ പ്രധാനം യതികൾ പോലും ഹൃദയത്തിലെ കാമചടകളെ ഉദ്ധരിക്കുന്നില്ലെങ്കിൽ അവർക്ക് സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നവനാണെങ്കിലും ദുരധിഗമനായിരിക്കുന്നു. അസ്മൃത കണ്ഠമണി പോലെ കഴുത്തിൽ ധരിച്ചിരിക്കുന്ന ആഭരണം സ്വയം മറന്ന് പുറത്തെല്ലാം അന്വേഷിക്കും പോലെ. അപ്പം അങ്ങനെ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തി സുഖം, ഭൗതിക സുഖത്തിൽ ഭ്രമിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് ഈ ലോകവും പരലോകവും ലഭിക്കുന്നില്ല. അനപഗത അന്തകാതും അനതിരൂഢ പദാദ്ഭവതഃ അസുഖം ഭവതി. രണ്ട് ഭാഗത്തുനിന്നും അവർക്ക് അസുഖമാണ് ഭവിക്കുന്നത് എന്ന് പറയും. ഇനി അങ്ങയെ സാക്ഷാത്കരിച്ചിരിക്കുന്ന അങ്ങയുടെ തത്വം അറിയുന്നവർ ത്വദവഗമീ ഭവതുത്ത ശുഭാശുഭയോഹോ ഗുണവിഗുണാന്വയാൻ ന വേത്തി. അങ്ങയിൽ നിന്ന് ഉത്ഭവിച്ചതായിട്ടുള്ള വിധി നിഷേധങ്ങളാകുന്ന കർമ്മങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന സുഖദുഃഖങ്ങളെ അവരെ അറിയുന്നില്ല. അവരതിനൊക്കെ അതിക്രമിച്ചിരിക്കുന്നു എന്നർത്ഥം. ദേഹാഭിമാനികൾക്ക് ഉള്ള വാക്കുകളാണ്, ദേഹാഭിമാനികളുടെ വാക്കുകളാണ് വേദങ്ങളിൽ കർമ്മകാണ്ഡങ്ങളെല്ലാം, വിധി നിഷേധങ്ങളെല്ലാം. അപ്പോൾ ആ വിധി നിഷേധങ്ങൾക്ക് അതീതരായിരിക്കുന്ന ത്രൈഗുണ്യ വിഷയാ വേദാഹ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്ന് പറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ ആ ഒരു ഉപദേശപ്രകാരം ത്രിഗുണാതീതന്മാരായിരിക്കുന്ന നിർദ്വന്ദ്വരും നിത്യസത്വസ്ഥരും നിർയോഗക്ഷേമ ആത്മവാന്മാരായിരിക്കുന്നവർ അവരിതിനെയെല്ലാം അതിക്രമിച്ചിരിക്കുന്നു.
അവർക്ക് വേദത്തിലെ വിധി നിഷേധങ്ങൾ ബാധകമല്ല. അവർ നിർവേദം പ്രാപിച്ചവരാണ്, അല്ലേ? നിർവേദം പ്രാപിച്ചവരാണ്, വേദത്തിൽ നിന്ന് നിർഗമിച്ചവരാണ് എന്നർത്ഥം. വേദമാകുന്ന ബന്ധനങ്ങളിൽ നിന്ന്, കെട്ടുപാടുകളിൽ നിന്നെല്ലാം ആ കെട്ടുകളെല്ലാം പൊട്ടിച്ച് പുറത്ത് കടന്നവരാണ്. വേദവാക്കുകൾ ബന്ധിക്കുന്നത് അജ്ഞാനികളെയാണ്, ജ്ഞാനികൾക്കത് ബാധകം അല്ല. അതുപോലെ അങ്ങയുടെ ഭക്തന്മാരും അങ്ങയുടെ കഥകൾ, ഓരോ യുഗത്തിലും അങ്ങ് ചെയ്തിട്ടുള്ള അവതാര ലീലകളെ ഗീതപരമ്പരയാ അല്ലയോ സഗുണനായ അങ്ങയെക്കുറിച്ച്, അങ്ങയുടെ ലീലകളെക്കുറിച്ച് ശ്രവണഭൃത, ശ്രവണേന്ദ്രിയം കൊണ്ട് ധരിച്ചിട്ട് അപവർഗഗതിയായ മോക്ഷസ്ഥാനമായ അങ്ങയെ തന്നെ പ്രാപിക്കുന്നു. അപ്പോൾ ഭക്തന്മാർ ഭഗവത് കഥകളിലൂടെ അന്ധക്കരണ ശുദ്ധി നേടി ചിത്തനിരോധം സാധിച്ച് അവരുടെ മനസ്സിനെ ഭഗവാനിലേക്ക് ഉറപ്പിക്കുന്നു. അങ്ങനെ ജ്ഞാനികളും ഭക്തന്മാരും ഒരേ ലക്ഷ്യത്തെ തന്നെയാണ് പ്രാപിക്കുന്നത്. പിന്നീട് അവസാനത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ദേവന്മാർ പോലും അങ്ങയുടെ അന്തത്തെ പ്രാപിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അനന്തനായതുകൊണ്ട് അങ്ങയുടെ അന്തം കാണാൻ ദേവന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. ത്വമപി, അങ്ങയ്ക്കും അങ്ങയുടെ അന്തം കാണാൻ സാധ്യമല്ല. കാരണം അനന്തമാണ് അങ്ങയുടെ സ്വരൂപം. അപ്പം അതിൻ്റെ അന്തം കാണുക എന്ന് പറയുമ്പോൾ അന്തമുള്ളതായി ഭവിക്കും. അന്തമില്ലാത്തത് കൊണ്ട് തന്നെ അന്തം കാണാൻ സാധ്യമല്ല. യദന്തരാ അണ്ഡനിജയാഹ സാവരണാഹ ഖൈവരജാംസി വാന്തി വയസാ. ആകാശത്തിലെ രജസ്സുകൾ എന്ന പോലെ, ധൂളികൾ എന്ന പോലെ ഏതൊരു പൂർണ്ണമായ അനന്തമായ ആ ബ്രഹ്മത്തിൻ്റെ ഉള്ളിൽ, അന്തരാ, അകത്ത് എത്ര ബ്രഹ്മാണ്ടങ്ങൾ, ബ്രഹ്മാണ്ട കോടികൾ ഈ ആകാശത്തെ ധൂളികൾ പോലെ അലഞ്ഞു തിരിയുന്നു. വാന്തി, കാറ്റ് വീശുമ്പോൾ പൊടിപടലങ്ങൾ പറക്കും പോലെ കാലത്താൽ, അതാണ് വയസാവാന്തി, കാലത്താൽ സഞ്ചരിപ്പിക്കപ്പെട്ടതായിട്ട് എല്ലാം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്നും സ്ഥായിയായി നിൽക്കുന്നില്ല, ഒന്നും നിന്നിടത്ത് തന്നെ നിൽക്കുന്നില്ല, ഒരുപോലെ തന്നെ നിൽക്കുന്നുമില്ല. എല്ലാം മാറി മാറിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ, അനേക ഗാലക്സികൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എവിടെ? അനന്തനായ അങ്ങയുടെ അന്തരാ, ഇൻ ബിറ്റ്വീൻ, അങ്ങയുടെ ഉള്ളിൽ. അതുതന്നെയാണ് ശ്രുതികൾ പറയുന്നതും. ആ ശ്രുതികൾ അങ്ങയിൽ അവസാനിക്കുന്നു. ശ്രുതയഃ ത്വയി ഫലന്തിഹി, അങ്ങയിൽ ഫലിക്കുന്നു, അങ്ങയിൽ അവസാനിക്കുന്നു, അങ്ങയിൽ ശമിക്കുന്നു. അങ്ങാകുന്ന നിധനത്തോടുകൂടിയവയാകുന്നു. ഭവന്നിധനാഹ, ഭവാനാകുന്ന നിധനസ്ഥാനത്തോടു കൂടിയവയാണ് ശ്രുതികൾ. അവ എങ്ങനെയാണ് അങ്ങയെ പ്രാപിക്കുന്നത്? അതന്നിരസനേന, അതന്നിരസനേന. അതത് എന്ന് പറഞ്ഞാൽ നതത്, ഇല്ലാത്തത്, യഥാർത്ഥമല്ലാത്തത്. അപ്പോൾ വാസ്തവത്തിൽ ഇല്ലാത്തതായിട്ടുള്ള അസത്തായ ഈ പ്രപഞ്ചത്തെ നിരാകരിച്ചുകൊണ്ട് നിഷ്പ്രപഞ്ചമായ ആ ആധാരവസ്തുവിനെ പ്രാപിക്കുന്നു. അതിലാണ് വന്നു ചേരുന്നത് ശ്രുതിവാക്യങ്ങളെല്ലാം. ശ്രുതിയുടെ ലക്ഷ്യം ആ ബ്രഹ്മമാകുന്നു.
അതിനുള്ള മാർഗം അതനിരസനം. അതല്ലാത്തതിനെയെല്ലാം നിരസിച്ച് നിരസിച്ച് ന ഇതി ന ഇതി നേതി 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 എന്ന് പറഞ്ഞ് ആ തത്വത്തെ ബോധ്യപ്പെടുത്തുകയാണ് ശ്രുതി ചെയ്യുന്നത്, വേദങ്ങളെല്ലാം ചെയ്യുന്നത്. എല്ലാം നിഷേധിച്ചു കഴിയുമ്പോൾ നിഷേധിക്കാൻ പറ്റാത്തതായ, നിഷേധിക്കുന്ന ആളുടെ സ്വരൂപമായിരിക്കുന്ന ആ വസ്തു എന്തോ, എല്ലാറ്റിനെയും നിഷേധിക്കുന്നതാരാണോ ആ നിഷേധിക്കുന്നവനെ, എല്ലാം ശൂന്യമായി കഴിയുമ്പോൾ ശൂന്യതയെ ആര് കാണുന്നുവോ, ഇപ്പോൾ ഞാൻ ശൂന്യം കാണുന്നു എന്ന് പറയണമെങ്കിൽ ഒരാൾ സാക്ഷി വേണം. ഒന്നുമില്ല, ശൂന്യമാകുന്നു എന്ന് പറയാൻ ആ ശൂന്യത്തെ പ്രകാശിപ്പിക്കുന്ന, ശൂന്യത്തിനും സാക്ഷിയായിരിക്കുന്ന ഒരാൾ വേണം. ആ നിഷേധാവധി സാക്ഷി. എല്ലാം നിഷേധിച്ചു കഴിയുമ്പോൾ അവസാനം ശേഷിക്കുന്ന സാക്ഷിയാണ് ആ ചൈതന്യം, ബോധം, പരബ്രഹ്മം. അതുതന്നെ അവനവന്റെ സ്വരൂപവും ആത്മാ. അപ്പോ ഇങ്ങനെ ശ്രുതികൾ നമ്മളെ ഈ രീതിയിലാണ് തത്വത്തെ ബോധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിഗീത ഉപസംഹരിച്ചു നാരായണ ഋഷി. നാരായണ ഋഷി നാരദന് പറഞ്ഞു കൊടുത്തതാണ്. സനന്ദന ഋഷി സനകാദികൾക്ക് ഉപദേശിക്കുന്ന രീതിയിൽ. അപ്പം അത് അവസാനം കൺക്ലൂഡ് ചെയ്തു. ശ്രീ ഭഗവാൻ ഉവാച അഥവാ നാരായണ ഋഷിരുവാച ഇത്യേതത് ബ്രഹ്മണഃ പുത്രാഃ ആശ്രിത്യാത്മാനുശാസനം സനന്ദനമത ആനർച്ചുഹു സിദ്ധാ ജ്ഞാത്വാ ആത്മനോ ഗതി. ഇപ്രകാരം ആ ബ്രഹ്മാവിന്റെ പുത്രന്മാർ ആത്മാനുശാസനം ആശ്രിത്യ, ആത്മാവിനെ സംബന്ധിച്ച ഉപദേശത്തെ കേട്ടിട്ട്, അതിനെ കുറിച്ചിട്ടുള്ള തത്വബോധത്തെ കേട്ടിട്ട് അത് ഉപദേശിച്ചവനായ ഗുരുസ്ഥാനീയനായ ആ സനന്ദന ഋഷിയെ എല്ലാവരും പൂജിച്ചു. ആത്മനോ ഗതിം ജ്ഞാത്വ, ആത്മാവിന്റെ തത്വത്തെ അറിഞ്ഞവരായിട്ട്, സിദ്ധരായിട്ട് അവരവിടുന്ന് എന്താ പറയുക, അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. അവരുടെ ചർച്ച അവിടെ ഉപസംഹരിച്ചു. ഇത്യശേഷ സമാമനായ പുരാണോപനിഷദ്രസഃ സമുദ്രതഃ പൂർവജാതൈർവ്യോമയാനൈർ മഹാത്മഭിഃ. ഇങ്ങനെ അശേഷ സമാംനായ പുരാണ ഉപനിഷത്തുക്കളുടെ എല്ലാം രസം, സകല ശാസ്ത്രങ്ങളുടെയും രസത്തെ പൂർവജാതന്മാരായ മഹാത്മാക്കളും വ്യോമയാനന്മാരുമായ സനകാദി ഋഷീശ്വരന്മാരാൽ സമുദ്രത, സമ്യക് ഉദ്ധൃത, നന്നായി ഉയർത്തി കാണിക്കപ്പെട്ടു, ഉദ്ധരിക്കപ്പെട്ടു, പ്രകാശിപ്പിക്കപ്പെട്ടു. ത്വം ചൈതത് ബ്രഹ്മഗായാത ശ്രദ്ധയാത്മാനുശാസനം ധാരയൻ ചരകാം കാമം കാമാനാം വർജനം നൃണ. അപ്പോൾ അങ്ങും അല്ലയോ ബ്രഹ്മപുത്ര, ഈ ആത്മാനുശാസനത്തെ, തത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഉപദേശത്തെ ശ്രദ്ധയാധാരയന്, ശ്രദ്ധയോടുകൂടെ ഉള്ളിൽ ധരിച്ചുകൊണ്ട് ഗാം കാമം ചര, ഭൂമിയിൽ ഇഷ്ടം പോലെ സഞ്ചരിച്ചാലും ഈ അറിവ്, ഈ ആത്മാനുശാസനം എന്താണ്? നൃണാം കാമാനാം വർജനം, നരന്മാർക്ക് അവരുടെ കാമങ്ങളെയെല്ലാം വറുത്ത് മുളയ്ക്കാതാക്കുന്നതാണ്, നശിപ്പിക്കുന്നതാണ്. ഇനിയൊരു കാമം ഉള്ളിൽ മുളയ്ക്കാത്ത രീതിയിൽ അവരുടെ ഉള്ളിലെ കാമങ്ങളും സങ്കല്പങ്ങളും കുറ്റിയറ്റു പോകാൻ, ഇനി മുളയ്ക്കാത്ത രീതിയിലാവാൻ ഈ ഒരു ആത്മാനുശാസനം ശ്രദ്ധയാധാരയൻ ചര, നമ്മൾ ഓരോരുത്തരോടുമുള്ള ഉപദേശമാണ്. ഈ ഉപദേശങ്ങളെ ശ്രദ്ധയോടുകൂടി ധരിച്ചുകൊണ്ട് നമ്മൾക്കും നമ്മുടെ ജീവിതം ചരിക്കുക. നമ്മുടെ ഉള്ളിലെ വാസന ബീജങ്ങൾ പൊട്ടിമുളച്ച് വരും. പക്ഷെ അതിന് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബോധം കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകും. അതിന് വെള്ളവും വളവും ഒഴിച്ചു കൊടുത്താലോ അത് വളർന്നുകൊണ്ടിരിക്കും, അല്ലേ? ഏത് ബീജങ്ങളും പൊട്ടിമുളച്ച് വരുമ്പോൾ അതിന് അനുകൂല സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ
വെള്ളവും വളവും കൊടുത്താൽ അത് വീണ്ടും വീണ്ടും തഴച്ചു വളരും. നേരെ മറിച്ച് അതിന് അനുകൂലമല്ലാത്ത പരിതസ്ഥിതിയിൽ അത് ഉണങ്ങിപ്പോകും. നമ്മളതിന് അനുകൂല പരിതസ്ഥിതി കൊടുക്കാതിരിക്കുക, അതിനെ ഉണക്കുന്ന, ഈ ബീജങ്ങളെയെല്ലാം വറുക്കുന്ന ഈ ഒരു ഉപദേശത്തെ, ആത്മാനുശാസനത്തെ, നൃണാം കാമാനാം ഭർജനം, അതിനെ വേണ്ട പോലെ ധരിക്കുക. അപ്പോൾ ഈ ഉള്ളിൽ വളരുന്ന കാമവാസനകൾ, കാമത്തിൻ്റെ ചെടികളെല്ലാം വാടിപ്പോക്കോളും. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. അതിനുശേഷം നാരദ മഹർഷി എന്തു ചെയ്തു എന്ന് പറയാണ് അടുത്ത ശ്ലോകത്തിൽ. തുടർന്ന് ശ്രീശുക ഉവാച ഏവം സർഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണശ്രുതധരോ രാജൻ ആഹ വീരവ്രതോ മുനി. ശ്രീശുക ഉവാച ഏവം സർഷിണാദിഷ്ടം ഗൃഹീത്വാ ശ്രദ്ധയാത്മവാൻ പൂർണ്ണഃ ശ്രുതധരോ രാജൻ ആഹ വീരവ്രതോ മുനി. ശുകബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഈ ഒരു ഉപാഖ്യാനം ഉപസംഹരിക്കുകയാണ്. ഏവം ഇപ്രകാരം സഹ നാരദഃ ഋഷിണ ആദിഷ്ടം, നാരായണ ഋഷിണ ആദൃഷ്ടം, നാരായണ ഋഷിയാൽ ആദേശിക്കപ്പെട്ടതിനെ ഗൃഹീത്വാ ശ്രദ്ധയാ ഗൃഹീത്വാ, ശ്രദ്ധയോടുകൂടി സ്വീകരിച്ചിട്ട്, ഉള്ളിൽ ധരിച്ചിട്ട്. അപ്പോൾ നാരായണ ഋഷിയുടെ ഉപദേശങ്ങളെ നാരദ മഹർഷി ശ്രദ്ധയോടുകൂടി ഉള്ളിൽ ധരിച്ച് ആത്മവാൻ, അദ്ദേഹം ആത്മവാനാണ് എന്നുവെച്ചാൽ ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൽ ഉറച്ചിരിക്കുന്നവനാണ്, ദേഹവാനല്ല. അല്ലേ, നമ്മളൊക്കെ ദേഹവാന്മാരാണ്. ദേഹത്തിൽ അഭിമാനിക്കുന്നവരൊക്കെ ദേഹവാൻ, ധനത്തിൽ അഭിമാനിക്കുന്നവർ ധനവാന്മാർ, വിദ്യയിൽ അഭിമാനിക്കുന്നവർ വിദ്യാവാൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ആത്മാവിൽ രമിക്കുന്നവൻ ആത്മവാൻ, തൻ്റെ ആത്മതത്വത്തെ അറിഞ്ഞവനായിട്ട്. ആത്മവാൻ പൂർണ്ണനായിട്ട്, കൃതകൃത്യനായിട്ട്, ഒന്നിൻ്റെയും ഒരു കുറവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അനുഭവപ്പെടാതെ പൂർണ്ണതയെ അനുഭവിച്ചുകൊണ്ട് ശ്രുതധരഃ, ശ്രുതം ധരിച്ചവനായിട്ട്. ശ്രുതം എന്ന് പറഞ്ഞാൽ ജ്ഞാനം, ഇപ്പോൾ കേട്ടതായിട്ടുള്ള ശ്രുതി ഗീതയെ വേണ്ടതുപോലെ ഗ്രഹിച്ചവനായിട്ട്, ശ്രുതധരനായിട്ട്, ശ്രുതത്തെ ശ്രവണം ചെയ്തതിനെ വേണ്ട പോലെ ഉൾക്കൊണ്ട് ധരിച്ച് വീരവ്രതഃ സഹ വീരവ്രതഃ. ആ നാരദൻ വീരവ്രതനാണ്. വീരവ്രതൻ എന്ന് പറഞ്ഞാൽ വീര്യത്തെ സംരക്ഷിക്കുന്ന വ്രതത്തോടുകൂടിയവൻ. എന്താ വീര്യത്തെ സംരക്ഷിക്കുക? നൈഷ്ഠിക ബ്രഹ്മചര്യം. അപ്പോൾ തൻ്റെ എനർജി വിവിധ രീതിയിൽ പാഴായി പോകാതെ നല്ലതുപോലെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയുമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് തൻ്റെ ഉള്ളിലുള്ള വീര്യത്തെ ഊർധ്വരേതസ്സാക്കുന്നവൻ. ബുദ്ധിക്ക് കൂടുതൽ തെളിച്ചമുണ്ടാവണമെങ്കിൽ ബ്രഹ്മചര്യം അതിന് പ്രധാനമാണ്. ബ്രഹ്മചര്യമില്ലാത്തവർക്ക്, വിഷയലോലുപന്മാരായിട്ടുള്ള ആളുകൾക്ക് ബുദ്ധി മന്ദീഭവിച്ച് പോകും. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ ബ്രഹ്മചര്യം വളരെ പ്രധാനമായിരിക്കുന്നത്. വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തെ തന്നെ ബ്രഹ്മചര്യം എന്നാണ് പറയുന്നത്, അല്ലേ? പല അർത്ഥമുണ്ടായില്ല എങ്കിലും ഏറ്റവും വളരെ എല്ലാവരും അറിയുന്ന അർത്ഥം ആ ഇന്ദ്രിയ നിയന്ത്രണം, ആത്മനിയന്ത്രണം, അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കി എല്ലാ തരത്തിലുള്ള മൈഥുന ചിന്തകളും ഉള്ളിൽ നിന്ന് വെടിഞ്ഞവൻ എന്നർത്ഥം. അപ്പം അങ്ങനെ വീരവ്രതൻ, നൈഷ്ഠിക ബ്രഹ്മചാരി എന്നർത്ഥം. ആര്? മുനിഹി, മനനശീലവാൻ. അപ്പം നാരദ മഹർഷി ഈ ഗുണങ്ങളെല്ലാം ഉള്ള ആളാണ്, വീരവ്രതധരനാണ്. എന്ന് വെച്ചാലോ, ഈ ശ്രുതിഗീതയുടെ സാരം വേണ്ടതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ചോർന്നു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ കേട്ടു. ഇപ്പോൾ
കുറേ ദിവസങ്ങളെ കൊണ്ട് ഈ ശ്രുതിഗീത വിശദമായി കേട്ടു. പക്ഷെ അതൊക്കെ എപ്പോഴോ ചോർന്നു പോയി ഇല്ലേ? കേട്ട മാത്രയിൽ തന്നെ ചോർന്നു പോയി. എന്തുകൊണ്ട് ചോർന്നു പോകുന്നു? വ്രതം ഇല്ലാത്തത് കൊണ്ട്, വീരവ്രതം ഇല്ലാത്തത് കൊണ്ട്, മനസ്സും ഇന്ദ്രിയങ്ങളും ചപലങ്ങളായി കണ്ട വിഷയങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ എന്ന് നമ്മൾക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിച്ച് വീരവ്രതന്മാരാവാൻ സാധിക്കുന്നുവോ അന്ന് ഈ ശ്രുതിഗീത നമ്മളിൽ വേണ്ടതുപോലെ പണിയെടുക്കാൻ തുടങ്ങും. ആ ശ്രുതിഗീതയുടെ പൊരുൾ നമ്മൾക്ക് നന്നായി വിളങ്ങും. അതിന് വേണ്ടത് ഈ ബ്രഹ്മചര്യ വ്രതമാണെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. നാരദ മഹർഷി അത്രയും യോഗ്യനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ശ്രുതധരനായി, പൂർണ്ണനായി, ആത്മവാനായി, മുനിയായി സഞ്ചരിച്ചു. അദ്ദേഹം പറഞ്ഞു എന്നാ പറഞ്ഞ ആഹ എന്ന്. ഹേ രാജൻ ആഹ, അല്ലയോ പരീക്ഷിത് രാജാവെ, അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു. അപ്പോൾ ആ ഒരു ശ്ലോകം അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. ശ്രീനാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമലകീർത്തയേ യോ ധത്തേ സർവഭൂതാനാം അഭവായ ഉഷതീഃ കലാഃ. ശ്രീനാരദ ഉവാച നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായാമലകീർത്തയേ യോ ധത്തേ സർവഭൂതാനാം അഭവായോഷധീഃ കലാഃ. നാരദ ഉവാച. നാരദൻ പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം ഒരു നമസ്കാരം വാക്കുകളെ കൊണ്ട് സമർപ്പിക്കുകയാണ് ചെയ്തത്. നമസ്തസ്മൈ ഭഗവതേ, തസ്മൈ ഭഗവതേ നമഃ. ആ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ഏത് ഭഗവാന്? കൃഷ്ണനായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അമലകീർത്തയേ നമഃ. നിർമ്മലമായ കീർത്തിയോടുകൂടിയവനായ ആ ഭഗവാൻ കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ആരാണീ ഭഗവാൻ? യോ ദത്തേ സർവഭൂതാനാം അഭവായ ഉഷതീഃ കലാഃ. ആരാണോ യഹ ദത്തേ ധരിക്കുന്നു. എന്തിന്? സർവഭൂതാനാം അഭവായ, സർവഭൂതങ്ങൾക്കും അഭവത്തിനായിക്കൊണ്ട്. അഭവം എന്നാൽ സംസാരനാശം. ഭവം സംസാരമാണ്, അഭവം സംസാരനാശം, മോക്ഷം. അപ്പൊ എല്ലാവർക്കും സംസാര ദുഃഖ ശമനമുണ്ടാക്കാൻ, എല്ലാവർക്കും സദ്ഗതി മോക്ഷം കൊടുക്കാനായിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഉഷതീഃ കലാഃ ദത്തേ. ഉഷതീഃ കലാഃ. ഉഷതീഃ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠങ്ങളായത്, മനോഹരങ്ങളായത്, ഉത്തമങ്ങളായത് എന്നർത്ഥമാണ്. അപ്പോൾ അനേകം മനോഹരങ്ങളായ കലകളെ, കല എന്നാൽ അവതാരങ്ങളെ, അംശാവതാരങ്ങളെ. അപ്പോൾ ആ കൃഷ്ണൻ തന്നെയാണ് ഇവിടെ നാരായണമൂർത്തിയായിരിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തൻ്റെ മുമ്പിലിരിക്കുന്ന അതിസുന്ദരനായ നാരായണമൂർത്തിയെ ഭഗവതേ കൃഷ്ണായ അമലകീർത്തയേ എന്ന് സ്തുതിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. തൻ്റെ മുമ്പിലിരിക്കുന്ന, തനിക്ക് ഉപദേശം ചെയ്ത നാരായണ ഋഷിയും ശ്രീകൃഷ്ണ ഭഗവാനും വിഷ്ണുവും ആദിനാരായണനും ഒന്നും ഭേദമില്ലാതെ അഭേദഭാവനയിൽ ആ ഭഗവാൻ തന്നെയാണ് വിവിധ അവതാരങ്ങൾ എടുക്കുന്നത്. ഈ നരനാരായണന്മാരായിരിക്കുന്നതും കൃഷ്ണാവതാരത്തെ ധരിക്കുന്നതും മറ്റ് വിവിധങ്ങളായ അവതാരങ്ങളെയെല്ലാം ധരിക്കുന്നതും സനകാദികളൊക്കെ ഈ ഭഗവാന്റെ അവതാരം തന്നെയാണ്. ആ ഭഗവാന് നമസ്കാരം എന്ന് പറഞ്ഞ് തൻ്റെ മുമ്പിൽ ഗുരുവായിരിക്കുന്ന നരനാരായണന്മാരെ നമസ്കരിച്ചു എന്നർത്ഥം. നമസ്തസ്മൈ ഭഗവതേ കൃഷ്ണായ അമലകീർത്തയേ യോ ധത്തേ സർവഭൂതാനാം അഭവായ ഉഷതീഃ കലാഃ. ഈ നാരദ മഹർഷി ഇന്നും ഈ നരനാരായണന്മാരെ വണങ്ങിക്കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ഈ ഭാരതവർഷത്തിൽ ബദരികാശ്രമത്തിൽ സാന്നിധ്യം ചെയ്യുന്നു, തപസ്സനുഷ്ഠിക്കുന്നു എന്ന്
പഞ്ചമസ്കന്ധത്തിൽ നമ്മൾ ഭൂഗോള വർണ്ണന, അതിൽ ജംബൂദ്വീപ വർണ്ണന പറഞ്ഞപ്പോൾ, ഭാരതവർഷത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, ആ ഭാരതവർഷത്തിൽ ഈ നാരദനാണ് എല്ലാവർക്കും മാതൃകയായി നരനാരായണ ഋഷികളാകുന്ന ഭാരതത്തിൻ്റെ പരദേവതകളെ സ്തുതിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് ബദരികാശ്രമത്തിൽ തപസ്സനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നാരദ മഹർഷിയുടെ ഉപാസ്യമൂർത്തികൾ തന്നെയാണ്, ഗുരു തന്നെയാണ്. ആ ഗുരുഭാവത്തിലും ഉപാസ്യമൂർത്തിയായിക്കൊണ്ടും നമസ്കരിച്ചു എന്നർത്ഥം. ഇത്യാദ്യം ഋഷിമാനമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മനഃ തതോ ഗാദാശ്രമം സാക്ഷാത് പിതൃദ്വൈപായനസ്യ മേ. ഇത്യാദ്യം ഋഷിമാനമ്യ തച്ഛിഷ്യാംശ്ച മഹാത്മനഃ തതോ ഗാദാശ്രമം സാക്ഷാത് പിതൃദ്വൈപായനസ്യ മേ. പിന്നീട് നാരദൻ എവിടെ പോയി എന്ത് ചെയ്തു എന്നൊക്കെ പറയണം. ഇതി ആദ്യം ഋഷിം ആനമ്യ, ഇതി ഇപ്രകാരം ആദ്യം ഋഷിം നാരായണം ഋഷിം, ആ നാരായണ ഋഷിയെ ആനമ്യ നന്നായി നമസ്കരിച്ചിട്ട് തച്ഛിഷ്യാംശ്ച മഹാത്മനഃ തച്ഛിഷ്യാംശ്ച, അപ്പോൾ മഹാത്മാക്കളായ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും, അപ്പോൾ നാരായണ ഋഷിയുടെ ശിഷ്യന്മാരും അദ്ദേഹത്തെ ചുറ്റിക്കൊണ്ട് അവിടെ ഉണ്ടാവും. അവരുമൊക്കെ മഹാത്മാക്കളാണ്. ആ മഹാത്മാക്കളെയും നമസ്കരിച്ചിട്ട്, ആനമ്യ എന്നുള്ളത് നാരദൻ ചെയ്ത ക്രിയയാണ്. ഇവരെ എല്ലാവരെയും നമസ്കരിച്ച്, നാരായണ ഋഷിയെയും അദ്ദേഹത്തിനെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെയും നമസ്കരിച്ചിട്ട് തതോ അഗാത് ആശ്രമം സാക്ഷാത് പിതുഹു ദ്വൈപായനസ്യ മേ. തതഃ അവിടെ നിന്ന് അഗാത് ഗമിച്ചു, പ്രാപിച്ചു. എവിടേക്ക്? സാക്ഷാത് ദ്വൈപായനസ്യ ആശ്രമം, സാക്ഷാത് ദ്വൈപായനന്റെ ആശ്രമത്തിലേക്ക് പോയി. ആരാണ് ഈ ദ്വൈപായനൻ? മേ പിതുഹു, എൻ്റെ പിതാവാണ്. അപ്പൊ എൻ്റെ സാക്ഷാത് പിതാവ്, എൻ്റെ നേരെയുള്ള പിതാവ് എന്നർത്ഥം. എനിക്ക് വേറെ പിതാക്കന്മാരൊന്നുമില്ല. എനിക്ക് എന്താ പറയുക, ഈ ശ്രീ ശുഖബ്രഹ്മർഷിയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് 2 കഥകളുണ്ട്. അതിലൊന്ന്, അദ്ദേഹം അയോനിജനായി ജനിച്ചു എന്നും കൂടിയുണ്ട്. അരണിയിൽ നിന്ന് ജനിച്ചു എന്നാ. നാരദ മഹർഷി ഒരു അരണി യാഗത്തിനായിട്ട് അരണി കടയുന്നതായിട്ടുള്ള സമയത്ത് ആ അരണിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വീര്യം പതിച്ചു എന്നും അതിൽ നിന്ന് ഉണ്ടായ പുത്രനാണ് ശ്രീ ശുഖബ്രഹ്മർഷി എന്നും കഥകളുണ്ട്. അപ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷിക്ക് പിതാവായി വ്യാസൻ മാത്രം, മാതാവില്ലാതെ അയോനിജനായി അരണിയിൽ നിന്ന് പിറന്ന ജ്ഞാനമൂർത്തിയാണ് ആരാ? ശ്രീ ശുഖബ്രഹ്മർഷി. അതുകൊണ്ട് പറയാണ്, എൻ്റെ നേരിട്ടുള്ള പിതാവായ ദ്വൈപായനന്റെ ആശ്രമത്തിലേക്ക്, അല്ലേ, ബദരികാശ്രമത്തിൽ തന്നെയാണ് ശമ്യാപ്രാസം എന്ന് പറയുന്ന സരസ്വതീ നദീ തീരത്തുള്ളതായിട്ടുള്ള വ്യാസ ആശ്രമം അടുത്തടുത്ത് തന്നെയാണ്. അതുകൊണ്ട് അവിടേക്ക് പോയി നാരായണ ഋഷിയിൽ നിന്ന് കിട്ടിയ അറിവിനെ വ്യാസനുമായി പങ്കുവെക്കാനായിക്കൊണ്ട് വ്യാസഗുഹയിലേക്ക് ചെന്നു. നരനാരായണ പർവ്വതങ്ങളുടെ താഴ്വാരത്തിലാണ് ഈ വ്യാസഗുഹ. നരനാരായണ പർവ്വതങ്ങളാണ് ബദരികാശ്രമം എന്ന് പറയുന്ന ആ സ്ഥാനത്തെ, ബദരീനാഥത്തെ രക്ഷിച്ചുകൊണ്ട് കോട്ട പോലെ കാവൽ നിൽക്കുന്നത്. അപ്പോൾ ആ നരനാരായണ പർവ്വതത്തിൻ്റെ താഴ്വാരമായിരിക്കുന്ന ശമ്യാപ്രാസം വന്ന വ്യാസാശ്രമത്തിലേക്ക് ചെന്നു. എന്നിട്ടോ, സഭാജിതോ ഭഗവതാ കൃതാസന പരിഗ്രഹഃ തസ്മൈ തദ്വർണ്ണയാമാസ നാരായണമുഖാത് ശ്രുതം. സഭാജിതോ ഭഗവതാ കൃതാസന പരിഗ്രഹഃ തസ്മൈ തദ്വർണ്ണയാമാസ നാരായണമുഖാത് ശ്രുതം.
ഭഗവതാ സഭാജിത, ഭഗവതാ വ്യാസേന സഭാജിത. സഭാജിത സമ്യക് ഭാജിത, നന്നായി പൂജിക്കപ്പെട്ടു എന്നർത്ഥം. പൂജയ്ക്ക് പാത്രീഭവിച്ചു ആര്? നാരദൻ. ആരുടെ പൂജയ്ക്ക്? വ്യാസന്റെ പൂജയ്ക്ക്. അപ്പൊ വ്യാസനാൽ പൂജിക്കപ്പെട്ടവനായ നാരദൻ കൃത ആസന പരിഗ്രഹ, പൂജ സ്വീകരിച്ചു. പൂജയുടെ ഭാഗമായി കൊടുത്ത ആസനം സ്വീകരിച്ചു. അതുപോലെ എന്തെങ്കിലും നൈവേദ്യങ്ങൾ, അല്ലേ, അർഘ്യപാദ്യാദികളൊക്കെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്വീകരിച്ച്, ആതിഥ്യം സ്വീകരിച്ച്, തസ്മൈ തത് വർണ്ണയാമാസ, തസ്മൈ വ്യാസായ, ആ വ്യാസനായിക്കൊണ്ട് തത് വർണ്ണയാമാസ, അതിനെ വർണ്ണിച്ചു. ഏതിനെ? നാരായണമുഖാശ്രുതം, നാരായണ ഋഷിയുടെ മുഖത്ത് നിന്ന് ശ്രവിച്ചതായിട്ടുള്ള ഈ ശ്രുതിഗീതാ വിഷയത്തെ, ശ്രുതിഗീതയെ സംഗ്രഹിച്ച് വ്യാസന് ഉപദേശിച്ചു. അപ്പൊ വ്യാസൻ അങ്ങനെയാണ് ഈ ശ്രുതിഗീത കേട്ടത്. നാരായണ ഋഷി നാരദൻ ഉപദേശിച്ചത്, നാരദൻ വ്യാസൻ ഉപദേശിച്ചപ്പോൾ അത് വ്യാസനും കേട്ട് പഠിച്ച് ഭാഗവതത്തിലേക്ക് അദ്ദേഹം അതിനെ, അല്ലേ, എഴുതി ചേർത്തു. എന്നിട്ട് ശ്രീശുക ബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ശ്രീശുക ബ്രഹ്മർഷി തനിക്ക് എവിടുന്ന് കിട്ടിയെന്ന് ഉള്ളതും കൂടി സൂചിപ്പിക്കണം. തനിക്ക് തന്റെ പിതാവായ വ്യാസനിൽ നിന്ന് തന്നെയാണ് ഈ ശ്രുതിഗീത കിട്ടിയത്. വ്യാസന് നാരദനിൽ നിന്നാണ്, നാരദന് നാരായണ ഋഷിയിൽ നിന്നാണ്, നാരായണ ഋഷിക്ക് സനന്ദന ഋഷിയിൽ നിന്നാണ് കിട്ടിയത്. ഇത്യേതത് വർണ്ണിതം രാജൻ യന്നഃ പ്രശ്നഃ കൃതസ്ത്വയാ യദാ ബ്രഹ്മണി അനിർദ്ദേശ്യേ നിർഗുണേപി മനശ്ചരേത്. ഇത്യേതത് വർണ്ണിതം രാജൻ യന്നഃ പ്രശ്നഃ കൃതസ്ത്വയാ യദാ ബ്രഹ്മണി അനിർദ്ദേശ്യേ, യദാ ബ്രഹ്മണ്യനിർദ്ദേശ്യേ നിർഗുണേപി മനശ്ചരേത്. ബ്രഹ്മണി പ്ലസ് അനിർദ്ദേശ്യേ, ബ്രഹ്മണ്യനിർദ്ദേശ്യേ, ബ്രഹ്മണ്യ നിർദ്ദേശ്യേ എന്ന് വായിക്കരുത്. ബ്രഹ്മണി അനിർദ്ദേശ്യേ, അനിർദ്ദേശ്യേ ബ്രഹ്മണി നിർഗുണേപി മനഃ ചരേത്. അപ്പോ ഹേ രാജൻ, ത്വയാ യത് പ്രശ്നഃ നഃ കൃതഃ, അലയോ രാജാവേ, അങ്ങയാൽ ഏതൊരു പ്രശ്നം എന്നോട് ചോദിക്കപ്പെട്ടുവോ. അപ്പൊ അങ്ങൊരു ചോദ്യം ചോദിച്ചു. എങ്ങനെയാണ് നിർഗുണവും അനിർദ്ദേശ്യവുമായ ബ്രഹ്മത്തിൽ ശ്രുതികൾ പ്രവർത്തിക്കുന്നത്, മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു. ആ ചോദ്യത്തിന് ഇതി ഏതത് വർണ്ണിതം ഇതി, ദസ് ഇപ്രകാരം മുൻ പറഞ്ഞ പോലെ, നാരായണ ഋഷി നാരദന് പറഞ്ഞു കൊടുത്തതുപോലെ, സനന്ദന ഋഷി സനകാദികൾക്ക് പറഞ്ഞു കൊടുത്തതുപോലെ അങ്ങേക്കും വർണ്ണിതം, അങ്ങേക്ക് ഞാൻ വർണ്ണിച്ചിരിക്കുന്നു അങ്ങയുടെ ചോദ്യങ്ങൾക്ക്, പ്രശ്നങ്ങൾക്ക് ഉത്തരമായിട്ട്. യഥാ എപ്രകാരമാണ് അനിർദ്ദേശ്യേ നിർഗുണേ ബ്രഹ്മണി മനഃ ചരേത്. ബ്രഹ്മം അത് നിർഗുണമാണ്, അനിർദ്ദേശ്യമാണ്. അപി, അപി എന്നൊരു പ്രയോഗമുണ്ട്. എന്നാലും നിർഗുണവും അനിർദ്ദേശ്യവുമായ, അനിർദ്ദേശ്യം എന്ന് പറഞ്ഞാൽ നിർദ്ദേശിച്ചും ന ശക്യം, നിർദ്ദേശിക്കുവാൻ, നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാല് ചൂണ്ടിക്കാണിക്കുക എന്നാണ്. ഇന്നത് എന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റുന്നൊരു പ്രത്യക്ഷ വസ്തുവല്ല, ഭൗതിക വസ്തുവല്ല. നിർദ്ദേശിക്കുന്നവരുടെ സ്വരൂപമാണത്, നിർദ്ദേശിക്കാൻ പറ്റുന്ന വിഷയമല്ല. അതുകൊണ്ട് അതിനെ അനിർദ്ദേശ്യേ, വാക്കുകളെ കൊണ്ടോ വേറെ ഏതെങ്കിലും ഉപായങ്ങളെ കൊണ്ടോ ഇന്നതാണ് എന്ന് നന്നായി കാണിച്ചു തരാൻ പറ്റാത്തത്, അത് അനിർദ്ദേശ്യം. നിർഗുണമാണ്, ഗുണരഹിതമായിട്ടുള്ള
ആ ബ്രഹ്മണി, ആ ബ്രഹ്മത്തിൽ, ബ്രഹ്മം നിർഗുണേ അപി, നിർഗുണമാണെങ്കിലും മനഃ യഥാ ചരേത്, എപ്രകാരമാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് അഥവാ ബുദ്ധി പ്രവർത്തിക്കുന്നത്, വേദങ്ങൾ നമ്മളെ വഴികാട്ടുന്നത്. ആ ശ്രുതികളാണ് നമ്മുടെ മനസ്സിനെ അവിടേക്ക് ചരിപ്പിക്കുന്നത്, കൊണ്ടുപോകുന്നത്. നിർദ്ദേശിക്കാൻ പറ്റാത്തതിലേക്ക്, അവ്യക്തമായതിലേക്ക് വേദങ്ങളാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഫ്രം നോൺ ടു അൺനോൺ, നമ്മൾക്ക് അറിയാവുന്ന തലങ്ങളിൽ നിന്ന് അറിയാത്ത തലങ്ങളിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്ന പണിയാണ് വേദങ്ങളുടെ പണി. വേദങ്ങൾക്ക് മാത്രമേ അത് സാധിക്കുകയും ഉള്ളൂ. നമുക്ക് അറിയാൻ കഴിയാത്തത് കൊണ്ടാണ് വേദങ്ങൾ വേണ്ടി വരുന്നതും. വേദങ്ങളുടെ സഹായം കൂടാതെ ഈ ഒരു കാര്യത്തെ അറിയാൻ പറ്റുമോ, ഈ ബ്രഹ്മത്തെ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ വളരെ കഷ്ടം. അതിനെ അറിയാൻ പ്രമാണമായിരിക്കുന്നത് ഈ ശബ്ദപ്രമാണം തന്നെയാണ്, വേദങ്ങൾ തന്നെയാണ് പ്രമാണം. ഈ ജന്മത്തിലല്ലെങ്കിലും പൂർവജന്മങ്ങളിലെങ്കിലും ആ വേദങ്ങൾ ശ്രവിച്ചിരിക്കണം. എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള സാധനകൾ ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ജന്മത്തിൽ ജനിക്കുമ്പോൾ തന്നെ ആ സംസ്കാരമുണ്ടാകും. അവർക്ക് വേദങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും, ഗുരുവിൽ നിന്നും ഉപദേശം കിട്ടിയില്ലെങ്കിലും അവർക്ക് ആ സംസ്കാരം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് അവരുടെ സ്വന്തം ധ്യാനം കൊണ്ട് ആ പൂർവ്വസ്മരണകളെ അവർ ഉണർത്തി, മുമ്പ് വേദങ്ങളിൽ നിന്ന് ശ്രവിച്ചത്, ഗുരുക്കന്മാരിൽ നിന്ന് ശ്രവിച്ചത് അവർ റീകളക്ട് ചെയ്യുന്നു, റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പോഴും അവർ പൂർവ്വജന്മങ്ങളിൽ വേണ്ടതുപോലെ ശ്രവിച്ചിട്ടുണ്ട്, ആ സംസ്കാരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എങ്കിലും ചിലപ്പോൾ ഈ ജന്മത്തിലും അവർ ഒരു ഓർമ്മിപ്പിക്കാൻ എന്ന പോലെ ഒരു ഗുരുവിൻ്റെ മുമ്പിലേക്ക് ചെന്നുപെടും. മറന്നു കിടക്കുന്നതിനെ ഓർമ്മിപ്പിക്കാനായിക്കൊണ്ട് ചിലപ്പോൾ ഒരു ഗുരുവിൻ്റെ സഹായം കിട്ടിയെന്ന് വരും. മഹാപുരുഷന്മാരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ ചില ഗുരുക്കന്മാരുണ്ടാവും. രാമകൃഷ്ണ പരമഹംസർക്ക് തോതാപുരി എന്ന പോലെ, ചട്ടമ്പിസ്വാമികൾക്കും ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ളവർക്കൊക്കെ തൈക്കാട്ട് അയ്യാവ് എന്ന് പറയുന്ന പോലെ പല മഹാത്മാക്കൾക്കും ആരെങ്കിലും, ചിലപ്പോൾ സ്വന്തം അച്ഛനമ്മമാർ തന്നെ ആയിരിക്കാം, അവരുടെ ചെറിയ ഉപദേശങ്ങളെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അവരുടെ ചെറിയ പ്രവൃത്തികളിൽ നിന്നായിരിക്കാം ആ പ്രചോദനം കിട്ടുക. ഒരു എന്താ പറയുക, റിമൈൻഡർ എവിടുന്നോ കിട്ടുന്നു, പൂർവ്വജന്മത്തിൽ പഠിച്ചത് അത് ഈ ജന്മത്തിൽ പെട്ടെന്ന് തന്നെ പ്രകാശിക്കുന്നു. അങ്ങനെ ചിലരെ കാണാം, അപൂർവം ചിലരെ കാണാം. ശങ്കരാചാര്യർ പോലും ഗോവിന്ദ ഭഗവത് പാദരുടെ അടുത്ത് എത്തി ഉപദേശം സ്വീകരിച്ചിട്ടാണ് അദ്ദേഹം പിന്നെ ഗുരുവായി മാറുന്നത്. ആ സമ്പ്രദായത്തെ അംഗീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ അനിർദ്ദേശ്യവും നിർഗുണവുമായ ബ്രഹ്മത്തിൽ മനസ്സ് എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്, ചരിക്കുന്നത്, അത് ഈ വേദവാക്കുകളുടെ വൃത്തി മനനം കൊണ്ടാണ്. ആ വാക്കുകളുടെ വൃത്തികൾ, വാക്യവൃത്തി എന്ന് പറയും. ആ വൃത്തികളെ വിചാരം ചെയ്ത് പിന്നീടത് അനുഭവമായി മാറുന്നു, ബോധമായി മാറുന്നു. അപ്പോൾ ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷത്തിനും നമ്മൾക്കും കൂടി ഒരു ഉപദേശം, ഭഗവാനെ ധ്യാനിക്കാൻ
ഉള്ള ഉപദേശം കൊണ്ട് ഒരു ശ്ലോകം പറഞ്ഞുകൊണ്ട് ഈ ശ്രുതിഗീത എന്ന അധ്യായം ഉപസംഹരിക്കുന്നു. യോസ്യോൽപ്രേക്ഷക ആദിമദ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാഃ യം സമ്പദ്യ ജഹാത്യജാം അനുശയി സുപ്തകുലായം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. യോസ്യോൽപ്രേക്ഷക ആദിമദ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാഃ യം സമ്പദ്യ ജഹാത്യജാം അനുശയി സുപ്തകുലായം യദാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ആ തം ഹരിം അജസ്രം ധ്യായേത്, ആ ഹരിയെ നിരന്തരം ധ്യാനിക്കണം. ഒരു ഉപദേശമാണ്. ധ്യായേത്, ധ്യാനിക്കേണ്ടതാണ്. ആര്? എല്ലാവരും. കാരണം ആ ഹരി ആരാണ്? സത്യം. സത്യം പരം ധീമഹി. പരമസത്യസ്വരൂപനായ ഹരിയെ എപ്പോഴും ധ്യാനിക്കേണ്ടതാണ്. അജസ്രം ധ്യായേത്. കൈവല്യ നിരസ്തയോനിം അഭയം ധ്യായേത് അജസ്രം ഹരിം. കൈവല്യാത് നിരസ്തയോനിയാണ്. കൈവല്യം എന്ന് പറഞ്ഞാൽ കേവലസ്യ ഭാവഃ. കേവലസ്യ ഭാവഃ. കേവലം എന്നാൽ അദ്വിതീയം, രണ്ടില്ലാത്തതാണ് കേവലം. അപ്പോൾ രണ്ടില്ല, കേവലമായ അതൊന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അതിന് യോനി നിരസ്തം എന്ന് വെച്ചാൽ തനിക്ക് കാരണം ഇല്ല, താൻ ഏകനേ ഉള്ളൂ. തൻ്റെ അച്ഛനാരാന്ന് ചോദിച്ചാൽ താൻ തന്നെ. തനിക്ക് മറ്റൊരു കാരണം ഇല്ല. അതാണ് യോനിയെ നിരസിച്ചിരിക്കുന്നവൻ. കൈവല്യാത്, കൈവല്യ നിരസ്തയോനിം അഭയം. അഭയസ്ഥാനമാണ്. രണ്ടില്ലാത്തത് തന്നെയാണ് അഭയം. ദ്വിതീയാത് വൈ ഭയം ഭവതി. രണ്ടാണ് ഭയത്തിന് കാരണം. ഒന്ന് മാത്രമുള്ളപ്പോൾ ആ ഒന്നിന് തന്നിൽ നിന്ന് തന്നെ ഭയമുണ്ടാകാൻ നിവൃത്തിയില്ല. മറ്റൊന്നിൽ നിന്നാണ് ഭയമുണ്ടാവുക. അന്യനിൽ നിന്നാണ് നമുക്കൊക്കെ ഭയമുള്ളത്. നമ്മിൽ നിന്ന് നമുക്ക് ഭയമില്ല. ഈ ലോകത്തിൽ നിന്നാണ് നമുക്ക് ഭയമുള്ളത്, നമ്മളിൽ നിന്നല്ല. അപ്പോൾ കൈവല്യ നിരസ്തയോനിം അഭയം ഹരിം അജസ്രം ധ്യായേ. അജസ്രം എന്ന് പറഞ്ഞാൽ നിരന്തരം, എപ്പോഴും അർത്ഥം. അപ്പോൾ ആ ഹരിയെ നമുക്ക് എങ്ങനെ ധ്യാനിക്കണം എന്നുള്ളതിന് ചുരുക്കി പറഞ്ഞു തരികയാണ്. ജന്മാദ്യസ്യ യതോന്മയാത് ഇതരശ്ച അർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. അപ്പോൾ ആ പരമമായ സത്യം, ആ സത്യത്തെ എങ്ങനെയെല്ലാം വിചാരം ചെയ്യണം എന്നതാണ് ആദ്യ വരികളിൽ പറഞ്ഞത്. അതുപോലെ ഇവിടെ ആദ്യത്തെ വരികളിൽ പറയുകയാണ്. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമായ ശേദേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മകഃ
സോലങ്കൃശിഷ്ട ഭഗവാൻ വജാംസി മേ. അവിടെയും എന്താണോ പറഞ്ഞത്, ആരാണോ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചത്തെ നിർമ്മിച്ച് അതിലെല്ലാം അനുപ്രവേശിച്ച് പുരുഷനായി ചൈതന്യമായി പ്രകാശിക്കുന്നത് അല്ലേ, ആ പുരുഷൻ, ആ ഭഗവാൻ എൻ്റെ വാക്കുകളെ അലങ്കരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ആ ഹരിയെ നിരന്തരം ധ്യാനിക്കേണ്ടതാണ്. അപ്പോൾ ആ ഹരിയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ മുമ്പേ പരിചയപ്പെടുത്തിയ ശ്രുതിയുടെ സാരം തന്നെയാണ്. ശ്രുതിഗീതയുടെ സാരമാണ് ഈ ശ്ലോകം. ഈ ഒറ്റ ശ്ലോകം നിത്യവും പാരായണം ചെയ്താൽ ശ്രുതിഗീത പാരായണം ചെയ്തതിൻ്റെ പ്രയോജനം ഉണ്ടാവും. കാരണം അത്രയും ഗംഭീരമാണ്. അപ്പോൾ നിത്യപാരായണത്തിന് ശ്രുതിഗീത സാരമായിട്ടുള്ള ഏകശ്ലോകമാണിത്. ഏകശ്ലോകീ ശ്രുതിഗീത. ഇവിടെ ഏകശ്ലോകി ഭാഗവതം, ഏകശ്ലോകി രാമായണം, ഏകശ്ലോകി ഭാരതം ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലേ. ഏകശ്ലോകി ശ്രുതിഗീത എന്ന് ചോദിച്ചാൽ ഈ ഒറ്റ ശ്ലോകമാണ് 50-ാം ശ്ലോകം. യോസ്യോൽപ്രേക്ഷക ആദിമദ്യനിധനേ. ഇവിടെ അസ്യ അസ്യ ജഗതഃ എന്നർത്ഥം. ഇതിൻ്റെ, ഈ ജഗത്തിൻ്റെ ആദി മധ്യ നിധനേ യഹ ഉൽപ്രേക്ഷക. ഉൽപ്രേക്ഷക എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് പ്രേക്ഷണം ചെയ്യുക, നോക്കുക, ഒന്നുയർന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുക എന്നാണ് അർത്ഥം. ആലോചന ചെയ്യുക, ഉയർന്ന ചിന്തയാണ് ഉൽപ്രേക്ഷ. പ്രകർഷേണ ഈക്ഷിക്കലാണ് പ്രേക്ഷണം. ആരാണോ നന്നായി ചിന്തിച്ചത്, എന്തിനു വേണ്ടി വേദം പറയും അല്ലേ, സ ഐക്ഷത ഏകോഹം ബഹുസ്യാം. അവൻ ഈക്ഷിച്ചു, ഏകനായ ഞാൻ പലതായി ഭവിക്കട്ടെ. ആ ഈക്ഷണമാണ് ഇവിടുത്തെ ഉൽപ്രേക്ഷക. നന്നായി ഉന്നതമായി ഈക്ഷിച്ചു, ചിന്തിച്ചു, ഞാൻ തന്നെ പലതായി തീരട്ടെ എന്ന്. അപ്പോൾ ഈ ജഗത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് ആരാണോ സങ്കല്പിച്ചത്, ആരാണോ ദർശിച്ചത്, ഇതിൻ്റെ കാരണഭൂതൻ, ഈ പ്രോജക്റ്റ് ആരുടെ തലയിലാണ് ഉദിച്ചത്? ഈ പ്രപഞ്ച സൃഷ്ടി എന്നൊരു പ്രോജക്റ്റിന്റെ പ്രൊമോട്ടർ ഇത് ആരുടെ ഐഡിയയാണ് എന്ന് ചോദിച്ചാൽ, ആരുടെ ഐഡിയയാണോ ആ ഹരിയെ ഞാൻ ധ്യാനിക്കുന്നു. ഈ ലോക സൃഷ്ടി ആരുടെ ആശയമാണോ, ആരുടെ ദർശനമാണോ, ആരുടെ ഉള്ളിലാണോ ആദ്യമായി പൊങ്ങി വന്നത്? അപ്പോൾ അസ്യ ഉത്പ്രേക്ഷക യഹ, ആരാണോ യഹ ആദിമദ്യ നിധനേ വർത്തതേ എന്നും കൂടി ചേർത്ത് വായിക്കുക. വർത്തതേ എന്ന് പറഞ്ഞാൽ അസ്യ ആദൗ അസ്യ മധ്യേ അസ്യ നിധനേ ച യഹ വർത്തതേ. ഈ ജഗത്തിന്റെ ആദൗ, ആദിയിൽ, സൃഷ്ടിക്ക് മുമ്പേ, സൃഷ്ടിക്ക് കാരണഭൂതനായി, മധ്യേ, ഈ സൃഷ്ടിയായിരിക്കുമ്പോഴും ആ സൃഷ്ടിയിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ടും, നിധനേ, ഈ സൃഷ്ടി ഇല്ലാതായാലും അതിൻ്റെ നാശത്തിലും, യോ വർത്തതേ, ആരെക്സിസ്റ്റ് ചെയ്യുന്നുവോ. അപ്പോൾ സൃഷ്ടിക്ക് മുമ്പ് ആരെക്സിസ്റ്റ് ചെയ്യുന്നു, സൃഷ്ടിയുടെ രൂപത്തിൽ ആരെക്സിസ്റ്റ് ചെയ്യുന്നു, സൃഷ്ടി ഇല്ലാതായാലും പ്രളയകാലത്തും ആരെക്സിസ്റ്റ് ചെയ്യുന്നുവോ. അതാണ് ആദിമദ്യ നിധനേ യോ, ആരാണോ വർത്തിക്കുന്നത്. യോ അവ്യക്ത ജീവേശ്വര, അവ്യക്തസ്യ ജീവാനാം അപി ഈശ്വര. അവ്യക്തം എന്നാൽ പ്രകൃതി തന്നെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ
മൂലകാരണമായിട്ടുള്ള വസ്തുവാണ് അവ്യക്തം. ആ അവ്യക്തത്തിൽ നിന്നാണ് വ്യക്തികളായിരിക്കുന്നതെല്ലാം ഉണ്ടായി വരുന്നത്, വ്യക്തമാകുന്നതെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അൺമാനിഫെസ്റ്റ്, ആ അൺമാനിഫെസ്റ്റ് തന്നെയാണ് ഈശ്വരൻ്റെ അനുപ്രവേശം കൊണ്ട്, സങ്കല്പം കൊണ്ട് മാനിഫെസ്റ്റ് ആവുന്നത്. അപ്പോൾ പ്രകൃതി, മൂലപ്രകൃതി എന്നൊക്കെ പറയുന്നത് തന്നെയാണ് ഇവിടുത്തെ അവ്യക്തം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഉപാദാന കാരണം, ഈ പ്രപഞ്ചത്തിൻ്റെ ഉപാദാന കാരണം, മെറ്റീരിയൽ കോസ്, അതിൻ്റെയും ജീവൻ എന്ന് പറഞ്ഞാൽ ഓരോ സൃഷ്ടിയിലും ചൈതന്യമായി ജീവഭാവത്തിൽ ഈശ്വരന്റെ അംശം തന്നെ പ്രവേശിച്ചിരിക്കുന്നു. രണ്ട് പ്രകൃതികൾ അല്ലേ, പരാപ്രകൃതി അപരാപ്രകൃതി. ഭഗവാൻ ഗീതയിൽ പറയുന്ന ഭൂമിരാപോ നലോ വായു ഖം മനോ ബുദ്ധിരേവച അഹങ്കാര ഇതീയം മേ ഭിന്നാ പ്രകൃതിരഷ്ടത അപരേയം. അഷ്ടത ഭിന്ന ഇയം പ്രകൃതി അപരാ, ഇത് എൻ്റെ അപരാപ്രകൃതിയാകുന്നു. പിന്നെ പ്രകൃതിം വിദ്ധി മേ പരാം, ഇതിൽ നിന്ന് അന്യമായിരിക്കുന്ന എൻ്റെ പരാപ്രകൃതിയുണ്ട്. ജീവഭൂതാം, ജീവനായി ഭവിച്ചിരിക്കുന്ന എൻ്റെ മറ്റൊരു പ്രകൃതിയും കൂടിയുണ്ട്. ഇങ്ങനെ ഈ രണ്ട് പ്രകൃതികൾ ചേർന്നാണ്, എൻ്റെ പരാപ്രകൃതിയും അപരാപ്രകൃതിയും ചേർന്നാണ് ഈ പ്രപഞ്ച സൃഷ്ടി ഉണ്ടാകുന്നത്. ഏതദ്യോനീനി ഭൂതാനി, ഈ ഭൂതങ്ങളെല്ലാം ഏതദ്യോനീനി, ഏതം ധാര്യതേ ജഗത്, ഏതൊരു പരാപ്രകൃതിയാലാണോ ഈ ജഗത്ത് നിലനിർത്തപ്പെടുന്നത്, ആ പരാപ്രകൃതിയും മുമ്പേ പറഞ്ഞ അപരാപ്രകൃതിയും രണ്ടിൽ നിന്നുമാണ് ഈ ജഗത്തുണ്ടായി വരുന്നത്. അപ്പോൾ പ്രകൃതി, ജീവൻ അഥവാ പുരുഷൻ, ചൈതന്യം, ഇത് രണ്ടിനെയും ഈശ്വര, ഇത് രണ്ടിനെയും നിയന്ത്രിക്കുന്നത് ആരാണോ, എല്ലാറ്റിനും മുമ്പേ ഉണ്ടായിരുന്നവനും നിയന്താവുമായിരിക്കുന്നവൻ അവ്യക്തജീവേശ്വര യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരശാസ്തിതാഃ വയഃ ഇദം സൃഷ്ടുവാ, ഏതൊരുവനാണോ ഈ ജഗത്തിനെ സൃഷ്ടിച്ചിട്ട് എന്ത് ചെയ്തു, ഋഷിണ അനുപ്രവിശ്യ, ഋഷിഭാവത്തിൽ അഥവാ ചൈതന്യഭാവത്തിൽ, അന്തര്യാമി ഭാവത്തിൽ എല്ലാറ്റിലും പ്രവേശിച്ചിരിക്കുന്നു. പ്രവേശിച്ചവൻ, വ്യാപിച്ചിരിക്കുന്നവൻ എന്നതുകൊണ്ടാണ് ഇവിടെ ഋഷി എന്ന പ്രയോഗം. എല്ലായിടത്തും വ്യാപിക്കുന്നവൻ, എല്ലായിടത്തും സഞ്ചരിക്കുന്നവൻ എന്നൊക്കെയാണ് ഋഷി ശബ്ദത്തിനർത്ഥം. ഋച്ഛതി അടതി ഇതി ഋഷി, സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നവൻ, പ്രാപിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം ഋഷി ശബ്ദത്തിന്. അപ്പൊ എല്ലാറ്റിലും വ്യാപിക്കുന്ന അന്തര്യാമി രൂപത്തിൽ അനുപ്രവിശ്യ, എല്ലാറ്റിലും പ്രവേശിച്ച്, അനുപ്രവേശിച്ച്, യഹ പുരഃ ചക്രേ, യഹ ഏതൊരുവനാണോ പുരങ്ങളെ ചക്രേ, ചക്രേ എന്ന് പറഞ്ഞാൽ കൃഞ്ഞ് ധാതുവിന്റെ ലിട്ട് രൂപം, ചെയ്തു, ഏകവചനമാണ് ചക്രേ, ചെയ്തു. ആരാണോ ചെയ്തത്, പുരങ്ങളെ നിർമ്മിച്ചത്, ശരീരങ്ങളാകുന്ന പുരങ്ങളെ നിർമ്മിച്ചവൻ, യഹ പുരഃ ചക്രേ താഹ യഹ ശാസ്തി, താഹ പുരഃ, ആ പുരങ്ങളെ, യഹ ഏതൊരുവൻ ശാസ്തി, ശാസിക്കുന്നുവോ, എല്ലാ പുരങ്ങളെയും ആരാണോ ഭരിക്കുന്നത്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഈശ്വരൻ ആരാണോ, അതുപോലെ അനുശയീ സുപ്തഃ കുലായം യഥാ, അനുശയി എല്ലാറ്റിലും ശയിക്കുന്നവനായ ജീവനായി ഒരു സുപ്തൻ തൻ്റെ ശരീരത്തിൽ എന്ന പോലെ, ഉറങ്ങിക്കിടക്കുന്ന ഒരാള് ദേഹത്തിലാണ് ഉറങ്ങിക്കിടക്കുന്നതെങ്കിലും ദേഹവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കുലായം എന്നതിന് ശരീരം എന്നർത്ഥമുണ്ട്, പക്ഷിക്കൂട് എന്നർത്ഥമുണ്ട്. ഒരു പക്ഷി എങ്ങനെയാണോ അതിൻ്റെ കൂട്ടിലിരിക്കുന്നത്, ആ കൂട്ടിൽ നിന്ന് അതിനെപ്പോൾ വേണമെങ്കിൽ പറന്നു പോകാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. അപ്പോൾ പക്ഷിക്കൂട്ടിലിരിക്കുന്ന, നീളത്തിലിരിക്കുന്ന പക്ഷിയെപ്പോലെ
ശരീരത്തിൽ ഇരിക്കുന്ന ജീവൻ, ശരീരത്തിൽ നിന്ന് സ്വതന്ത്രനായി വേറിട്ടിരിക്കുന്ന ജീവൻ ഉറങ്ങുമ്പോൾ താദാത്മ്യമില്ലാതെയാണ്, ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെയാണ്, ശരീരത്തിൻ്റെ വിശപ്പോ ദാഹമോ ക്ഷീണമോ രോഗമോ വൈകല്യമോ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിച്ചാലോ പാമ്പഴഞ്ഞാലോ പോലും അറിയാതെ ശയിക്കുന്നവൻ. അതാണ് അനുശയീ സുപ്തഃ കുലായം യഥ എന്ന് പറയുമ്പോൾ ആ ശരീരത്തിൽ നിന്ന് സ്വതന്ത്രനായിരിക്കുന്നവൻ, വേറിട്ടിരിക്കുന്നവൻ എന്ന് സൂചിപ്പിക്കാനാണ്. സ്വതന്ത്രനായിരിക്കുന്നവൻ എന്ന പോലെ യം സമ്പദ്യ അജാം ജഹാദി, യം എന്ന് പറഞ്ഞാൽ ഏതൊരു, ഈ ഇത്രയും വർണ്ണിച്ച ഏതൊരു പുരുഷനെ സമ്പദ്യ സമ്യക് എന്താ പറയുക, പ്രതിപാദ്യ സമ്യക്കായി പ്രാപിച്ചിട്ട് ആരെ പ്രാപിച്ചാലാണോ എന്ത് സംഭവിക്കണോ, അജാം ജഹാദി മായയെ നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയുന്നത്. മാമീവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ, ആരാണോ എന്നെ തന്നെ ശരണം പ്രാപിക്കുന്നത് അവർ ഈ മായയെ തരണം ചെയ്യുന്നു. പരമസത്യസ്വരൂപനായ ഭഗവാനെ പ്രാപിക്കുന്നവർ മായയെ ജയിക്കുന്നു, മായയെ അതിക്രമിക്കുന്നു. അതാണ് ഇവിടെ യം സമ്പദ്യ അജാം ജഹാദി, ഏതൊരുവനെ പ്രാപിച്ചാൽ മായയെ ഉപേക്ഷിക്കുന്നുവോ, മായയ്ക്ക് അതീതരായി ഭവിക്കുന്നുവോ, അങ്ങനെയുള്ള കൈവല്യ നിരസ്തയോനിം, കേവലഭാവം കൊണ്ട് തനിക്ക് കാരണമില്ലാതിരിക്കുന്നവനും, താനല്ലാതെ രണ്ടാമതൊരു വസ്തു ഇല്ലാത്തത് കൊണ്ട് നിരസിക്കപ്പെട്ട യോനി അഥവാ കാരണത്തോടു കൂടിയവനും, വച്ചാൽ അച്ഛനമ്മമാരെന്നും ഭഗവാന് ഇല്ല. അങ്ങനെയുള്ള അഭയം, ഭയമില്ലാത്തവനും ലോകത്തിന് അഭയസ്ഥാനമായിരിക്കുന്നവനും അഭയസ്വരൂപമായിരിക്കുന്നവനുമായ തം ഹരിം, ആ ഹരിയെ അജസ്രം ധ്യായേത്, എപ്പോഴും ധ്യാനിക്കേണ്ടതാണ്, നിരന്തരം ധ്യാനിക്കേണ്ടതാണ്. അപ്പോൾ ആ ഭഗവാനെ എല്ലാവരും ധ്യാനിക്കേണ്ടതാണ്. ഓരോരുത്തർക്കും അർഹതയ്ക്കനുസരിച്ച് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങൾ ലഭിക്കുന്നു. അർത്ഥികൾക്ക് അർത്ഥവും കാമികൾക്ക് കാമവും ധർമ്മികൾക്ക് ധർമ്മവും മുമുക്ഷുക്കൾക്ക് മോക്ഷവും. എന്താ വേണ്ട വെച്ചാൽ എല്ലാം നൽകുന്നവനാണ് ഈ ഹരി. ഈ ഹരിയെയാണ് ആശ്രയിക്കേണ്ടത്, ആ ഹരിയെയാണ് ധ്യാനിക്കേണ്ടത്. ആ ഹരിയാണ് മായാദിനാഥൻ. ആ ഹരിയെ ആശ്രയിച്ചാലേ ഈ മായ കൊണ്ടുള്ള സംസാരം നിലയ്ക്കുകയുള്ളൂ. ഈ മായാ സ്വപ്നത്തിൽ നിന്ന് നമ്മൾക്ക് ഉണരാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള ആ ഹരിയെ സത്യം പരം ധീമഹി ധ്യായേദജസ്രം ഹരിം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. ഓരോ പദവും പിരിച്ചതിൻ്റെ അർത്ഥം മനനം ചെയ്യേണ്ടതാണ്. ശ്രുതിഗീതയുടെ മുഴുവൻ സാരം കൂടിയാണ്. നിത്യപാരായണത്തിന് ഉത്തമമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ശ്ലോകം, ഈ ശ്രുതിഗീത എന്ന അധ്യായം ഇവിടെ ഉപസംഹരിക്കുന്നു. യോസ്യോത്പ്രേക്ഷക ആദിമധ്യനിധനെ യോ വ്യക്തജീവേശ്വരോ യസൃഷ്ട്വേദമനുപ്രവിശ്യ ഋഷിണാ ചക്രേ പുരഃശാസ്തിതാഃ യം സമ്പദ്യ ജഹാത്യജാം അനുശയീ സുപ്തകുലായം യഥാ തം കൈവല്യനിരസ്തയോനിമഭയം ധ്യായേദജസ്രം ഹരിം. ഹരി ഓം. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ നാരദനാരായണ സംവാദേ വേദസ്തുതിർനാമ സപ്താശീതിതമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇപ്പോൾ
ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അതിൻ്റെ പ്രധാന ഭാഗങ്ങളെല്ലാം കഴിഞ്ഞു. ദശമസ്കന്ധത്തിൻ്റെ ശിരസ്ഥാനമാണ് ഈ ശ്രുതിഗീത. അതും കൂടി കഴിഞ്ഞു. ഇനി കുറച്ച് 3 അധ്യായങ്ങൾ ബാക്കിയുണ്ട്. അടുത്ത അധ്യായത്തിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരിൽ ഏറ്റവും ഉപാസ്യ യോഗ്യനായിരിക്കുന്നത് സത്വഗുണപ്രധാനിയായ വിഷ്ണുവാണ് എന്ന് സ്ഥാപിക്കാൻ വിഷ്ണു മഹത്വ സ്ഥാപനത്തിനായിക്കൊണ്ടുള്ള കഥകളാണ്. മറ്റേ ശാകുനേയൻ എന്ന് പറയുന്ന ഭസ്മാസുരന്റെ കഥ, അതാണ് അടുത്ത അധ്യായത്തിൽ ആദ്യം വരുന്നത്. നമുക്ക് ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഒഴിവുണ്ടെങ്കിൽ നോക്കാം. നാളെ കുറച്ച് പരിപാടികൾ പുറത്തുണ്ട്. ഇന്ന് വൈകുന്നേരവും പുറത്തു പോകും. തിങ്കളാഴ്ച രാവിലെ ഒഴിവുണ്ടെങ്കിൽ നോക്കാം. ഓക്കെ. ഇനി ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ കഴിയുന്നത് വരെ കുറച്ച് വളരെ ബിസി ആയിരിക്കും. എന്നാലും ഒഴിവ് കിട്ടുമ്പോഴൊക്കെ എടുക്കാം. 11, 12, 13 തീയതികളിലാണ് പ്രതിഷ്ഠാകർമ്മങ്ങൾ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുമ്പിലും പിമ്പിലും മധ്യത്തിലും നിന്ന് അതൊന്ന് പൂർത്തീകരിക്കണം. അപ്പോൾ ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ സംഭാവന ചെയ്തു. വളരെ സന്തോഷം. ഇനിയും ആർക്കെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ ചെയ്യാവുന്നതാണ്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ തൽക്കാലം വിടവാങ്ങുന്നു.